നമസ്കാരം. ഞാനിപ്പോൾ പൊതുവായിട്ടുള്ളൊരു കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിന്ന് പെരുമ്പാവൂർക്ക് യാത്ര ചെയ്തപ്പോൾ ഫ്രീ ആയിട്ട് കെ എസ് ആർ ടി സി സർവീസ് നടത്തും. ഭയങ്കര ബഹളത്തോടു കൂടിയാണ് കെ എസ് ആർ ടി സി സർവീസ് നടത്തിയത്. നിറച്ചും സ്ത്രീകളാണ് യാത്രയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രൈവറ്റ് ബസ്സിലാണ് യാത്ര ചെയ്തത്. അവിടെ നിന്ന ഒരു കണ്ടക്ടർ ചെറുക്കൻ, അവൻ ചോദിച്ചതിനോട് ഞാനും യോജിക്കുന്നു. പ്രൈവറ്റ് ബസ്സാണ്, ബസ്സിൻ്റെ പേര് ഒന്നും നോക്കുന്നത് വലുപ്പത്തിൻ്റെ കാര്യമില്ല. ആ കൊച്ചിറക്കം വിളിച്ച് ചോദിച്ചു. അതിനോട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവൻ്റെ സംസാരം. നിങ്ങൾക്ക് കൃത്യമായിട്ട് പെൻഷൻ കിട്ടുന്നുണ്ടോ ചേച്ചിമാരെന്ന്? നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന കെ എസ് ആർ ടി സിനെ ഫസ്റ്റിലേ പറയാം, കെ എസ് ആർ ടി സി ബസ്സിനെ വൻ കടത്തിലേക്ക് ആ ബസ്സിന് കൊണ്ടെത്തിക്കുക എന്നല്ലാതെ അതിനെക്കൊണ്ട് ഞാൻ നോക്കിയിട്ടൊരു മെച്ചവും കാണുന്നില്ല. ഒന്നാമത്തെ കാര്യം, അതിനകത്ത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കാതെ വണ്ടി ഓടില്ല. ആളുകളിൽ നിന്ന് ഈടാക്കിയാൽ മാത്രമേ അതിനകത്തേക്ക് പെട്രോൾ അടിക്കാൻ പറ്റുള്ളൂ. അതിന് എൻജിൻ പണി തൊട്ട് ടയർ മാറ്റൽ വരെയുള്ള എല്ലാ സംഗതികളും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ഒരു പാർട്ടീനെ കുറ്റം പറഞ്ഞു അടുത്ത പാർട്ടിക്ക് പറഞ്ഞു കൊടുത്തു, അവരത് നിങ്ങൾ ചെയ്യുന്നതിനോടൊന്നും ഒരു പാർട്ടീനെയും എനിക്ക് വളരെ ബഹുമാനത്തോടു കൂടി ഞാൻ മുഖ്യമന്ത്രിയെ കാണുന്ന ഒരാളാണ്. മുഖ്യമന്ത്രിൻ്റെ എല്ലാ പാർട്ടിയിൽപ്പെടുന്നവരെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്തു. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതുകൂടെ ചെയ്യേണ്ടത്, അർഹതപ്പെട്ടവർക്ക് അംഗവൈകല്യം, ക്യാൻസർ രോഗികൾ, 70 വയസ്സിനുള്ള, അത് ആണോ പെണ്ണോ ആകാം, വൃദ്ധന്മാരായിട്ടുള്ള എല്ലാവർക്കും ആനുകൂല്യം കൊടുക്കാം. അതിനൊരു പരിമിതി, ഒരു സീറ്റുകൾക്ക് ലിമിറ്റ് കൊടുത്തുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് ഒരു കാർഡൊക്കെ, അതായത് ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തിട്ട് വേണം നമ്മൾ അങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ. അല്ലെങ്കിൽ വൻ നഷ്ടത്തിലേക്കായിരിക്കും കെ എസ് ആർ ടി സി പോകണം. ഈ പെണ്ണുങ്ങൾക്ക് ജോലിയുള്ള, എപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ അവർക്ക് വണ്ടിക്കാശ് ഉൾപ്പെടെയാണ് അവർ മേടിക്കണേ. ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന സ്ത്രീകൾക്ക് എന്തിനാണ് ഇതിനകത്ത് ഫ്രീ കണക്ഷൻ കൊടുക്കണേ? ഫ്രീ ആയിട്ട് ഒരെണ്ണത്തിനും കൊടുക്കേണ്ട കാര്യങ്ങളില്ല. അതുപോലെ ഒരു കടയിൽ പോയി നിന്നാൽ പോലും അവർക്ക് ബസ് ഫെയർ കൂടി കൂട്ടിയാണ് കൊടുക്കണം. അപ്പോൾ അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അർഹതപ്പെട്ടത് രോഗികളായിട്ടുള്ള അവർക്ക് ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തിട്ട് വേണം നമ്മൾ അതിനകത്തൊരു യാത്ര. അതിൽ സീറ്റ് ലിമിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ സർക്കാർ ഇനിയും കടത്തിലേക്ക് പോകുന്നതാണ്. അതുപോലെ നമുക്ക് ചെയ്യാം, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ ഹെൽത്ത് സെൻറ്റർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള എന്തെല്ലാം നമ്മൾ അതിനകത്ത് അവിടെയുള്ളവർക്ക് മരുന്ന് അലംഭാവമില്ലാതെ കൊടുക്കാം. അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടി ചെയ്യാൻ സർക്കാരിന് പറ്റും. ഞാനൊരു പാർട്ടിയെയോ ഒരു സർക്കാരിനെയോ കുറ്റം പറഞ്ഞുകൊണ്ടല്ല സംസാരിച്ചത്. ഇങ്ങനെയുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ വിമർശിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനിന്ന് കണ്ട നേർക്കാഴ്ചയിൽ എല്ലാവരും ഒരുവിധമുള്ള ആൾക്കാർ പുച്ഛിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നല്ലതായിട്ട് പറയാൻ അതൊരു പ്രഹസനമാണ് നമുക്ക് തോന്നണേ. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരും എല്ലാവർക്കും വിവരവും വിദ്യാഭ്യാസവും പണ്ടത്തെ ആ റേഷനരിയുടെ കഞ്ഞിയും കുടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും എല്ലാവരും മുന്നോട്ട് കയറിപ്പോന്നു. പണ്ടൊക്കെ ഇന്നത് പറയാവുള്ളൂ, ഇന്നത് പറഞ്ഞ് എങ്കിരാവ് വിളിക്കാൻ പോകണം എന്ന് പറയുന്ന കുറേ കാലഘട്ടങ്ങളിൽ നിന്ന് മറികടന്ന് ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റെന്ന് തിരിച്ചറിയാനുള്ള വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയവും ഒക്കെ വന്നു. ഒരു 10ാം ക്ലാസ് കുസ്തിയുള്ളവന് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ലൈവ് വിടുന്നതാണ് വാർത്താ ചാനലുകളെല്ലാം നമ്മുടെ മൊബൈലിലൂടെ. എല്ലാം ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ യുദ്ധങ്ങൾ മുതൽ എല്ലാം നമ്മൾ അറിയുന്ന ഈ കാലഘട്ടത്തിൽ ഈ കാണിക്കുന്ന പേക്കുത്തുകൾ കാണുമ്പോൾ സർക്കാരിനോടുള്ള മതിപ്പ് നഷ്ടപ്പെടാനിട വരരുത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അംഗീകരിക്കാനോ സപ്പോർട്ട് ചെയ്യേണ്ടവർ സപ്പോർട്ട് ചെയ്യൂ, എന്ത് വേണമെങ്കിലും പറയാം. അത് ഞാൻ പാർട്ടീനെയോ മുഖ്യമന്ത്രിനെയോ ഒന്നും താത്തിക്കെട്ടി പറഞ്ഞതല്ല. ഞാൻ മന്ത്രിയോട് ആരെയും കുറ്റം പറയാൻ ആളുമല്ല. ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന് മാത്രം. അതിൻ്റെ ആവശ്യം ഇത്രത്തോളമുള്ളൂ. രോഗികളായിട്ടുള്ള അവശരായിട്ടുള്ളവരെ എല്ലാവരെയും ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെ ആരും തന്നെ നോക്കാറില്ല. അവർക്ക് മരുന്നാണ് ആവശ്യം, അവർക്ക് കൃത്യമായിട്ട് പെൻഷനാണ് കൊടുക്കേണ്ടത്, അവർക്ക് ഭക്ഷണം. മക്കൾ 5, 6 മക്കൾ 2, 3 മക്കളുള്ള വീടുകളുണ്ട്, അവർക്കൊന്നും പച്ചവെള്ളം കിട്ടില്ല. അതൊക്കെ ഒന്ന് അന്വേഷിക്കുകയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാടിനും നാട്ടുകാർക്കും കഴിഞ്ഞു വന്ന എല്ലാ ചീത്തപ്പേരുകളും, രാഷ്ട്രീയക്കാരോടുള്ള ചീത്തപ്പേരുകളിലൊക്കെ മാറിക്കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ ആരും എന്നെ തല്ലാനോ കൊല്ലാനോ വരരുത്. നന്ദി, നമസ്കാരം.